കുവൈത്തിൽ നിന്നും ബഹിരാകാശ യാത്ര. അത് എങ്ങനെയാണെന്നല്ലേ? നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ ഏജൻസി. കേട്ടറിവ് മാത്രമുള്ള നാസയും നാസയുടെ ബഹിരാകാശ പേടകത്തിൻ്റെ അകത്തെ കാഴ്ചകളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹിരാകാശ കാഴ്ചകൾ കാണുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണെങ്കിലും അത് എല്ലാവർക്കും പോസിബിളായ ഒരു കാര്യമല്ല. എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചന്ദ്രനിലോട്ടൊന്ന് പോയാലോ? ഞങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. ടീച്ചറായിട്ടുള്ളൊരു പെങ്ങളുണ്ട്, അവളെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൾ ഫോണും എടുക്കണില്ല. എന്നാലും ഇതിനകത്തെ കാഴ്ചകളാണെങ്കിലോ പറയാതിരിക്കാൻ പറ്റില്ല. വളരെയേറെ ചിന്തിപ്പിക്കുന്നതും ക്യൂരിയോസിറ്റി നിറഞ്ഞതുമായ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ കാണാൻ സാധിച്ചത്. ആസ്ട്രോനോട്ട്സ് യൂസ് ചെയ്തിരുന്ന തിങ്സും അതുപോലെ തന്നെ അവരിവിടെ സർവേ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കിവിടെ വന്നാൽ കാണാനും മനസ്സിലാക്കാനും കഴിയും കേട്ടോ. അവർ ഫുഡ് കഴിക്കുന്നതും അവരുടെ ഫുഡ് ഐറ്റംസും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരുടെ സ്ലീപ്പ് സ്യൂട്ട്, സ്ലീപ്പിംഗ് ഏരിയ, വാഷ്റൂം, ഫസ്റ്റ് എയ്ഡ് തിങ്സ്, സ്റ്റോറേജ് ഏരിയ എല്ലാം ഉണ്ടല്ലോ. വളരെ കൗതുകമേറിയതാണ് കേട്ടോ. കഴിഞ്ഞില്ല മക്കളെ, ഇതിനകത്ത് ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി ഈ അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം ലൊക്കേഷൻ എന്ന് കമൻറ്റ് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.